ഇത്ര ഹാൻഡ്സമായ ഒരാൾ വിവാഹം കഴിക്കാൻ എന്തേ താമസിച്ചു എന്നായിരിക്കും സ്വാമി ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇറ്റ്സ് സിംപ്ലി ബിക്കോസ് ഐ ഡിഡ്ന്റ് ബിലീവ് ഇൻ അറേഞ്ച് മാരേജ്. ബട്ട് ഒന്ന് രണ്ട് ഗേൾസ് എന്നെ മൂടനാക്കി പോയപ്പോൾ എനിക്ക് വിശ്വാസമായി. സൗമിക്ക് അങ്ങനെ എന്തെങ്കിലും എങ്ങനെ സം സോർട്ട് ഓഫ് ലവ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്? പിന്നെ ലവല്ലോ കേട്ടോ. ഇച്ചിരി മതി. പിടിച്ചോ ജോസഫേട്ടാ, നല്ല ഫോട്ടോ എനിക്ക് എടുത്തു വെച്ചോട്ടോ. നീ പോടാവില്ലേ? മേരി ചേച്ചിന്റെ പേരമ്മ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആ ചെല്ലേ കാത്തുണ്ട്. ആ മഹേഷേ, ബോഡി എത്തിയില്ലേ? ഇല്ല, റോബിന്റെ ഫ്ലൈറ്റ് ഡിലേ വൈകും. ഓ അല്ല നീ കൊണ്ടാ കടയിലാരും ഇല്ല. ആ പിന്നെ പൊടിപാറ ജ്വല്ലറി അല്ലേ, വാ ഇറങ്ങ്, ഒരു ചായം പഴം കഴിക്കാന്നേ, വാ. റോബസ്റ്റ കൊള്ളാലോ. കൊള്ളാല്ലേ? ജൈവനാ ആ എൽദോച്ചാന്റെ പറമ്പീന്ന് വെട്ടിയതാ. എവിടെന്നാ? എൽദോച്ചാന്റെ പറമ്പീന്നേ. ഏട്ടാ സാബു, നീ അത് വെട്ടുമ്പോ ചോദിച്ചിട്ട് വെട്ടണ്ടേ? എൽദോച്ചായ എന്നെയല്ലേ പറമ്പും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചേക്കണത്? എങ്ങനെ? ആരാന്നാ? എന്നെ പറമ്പും കാര്യമൊക്കെ ഏൽപ്പിച്ചേക്കണേ. മൂപ്പരേ ഇത്തവണ നെടുമ്പാശ്ശേരിന്ന് കയറി പോണ സമയത്തെ എന്നെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് പോയേ. ഏടാ സ്വന്തം വീട്ടിലെ ഗ്യാസ് കുറ്റി കട്ടെടുത്ത് മറച്ചു വിട്ട നിന്നെ എങ്ങനെയാടാ എൽദോച്ചായം പറമ്പ് ഏൽപ്പിക്കണേ? യൂത്തിന്റെ പണിയാ നിൽക്കല്ലേ ഉള്ള കാര്യം. മരിച്ച വീടാണ്. മനുഷ്യർ പോകുന്നല്ലേ എന്ത് വട്ടാടോ എനിക്ക് മരിച്ചു വിടാന്ന് ഞാൻ കുറെ നാളെ തുടങ്ങിയിട്ട് ഞാൻ എന്നാ വിളിക്കേ, വിളിക്കേ, ഒരു തീരുമാനം ഉണ്ടാക്ക്. അതെ, ഈ കുരിശ് എവിടെയൊക്കെ നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവന്റെ നെഞ്ചത്തടിച്ച് ചുറ്റി വെക്കും. ഏയ് നീ വിളിക്കേ, എൽദോനെ വിളിക്കേ. ഇതിൽ ബാലൻസ് ഇല്ലെന്ന്. ബാലൻസ് ഇല്ല, പറ നമ്പർ പറ. ഹലോ, എൽദോ ചായനല്ലേ? താഹിറ, മെമ്പർ താഹിർ. ആ എന്നാ താഹിറ? അതെ, നമ്മുടെ ടോമി സാബും തമ്മിലേ ചെറിയൊരു തർക്കം. നമ്മുടെ പുതിയ പറമ്പിൽ നിന്ന് ആദായം എടുക്കാൻ ആരെ ഏൽപ്പിച്ചേർന്നേ? അത് സാബുവിനല്ലായിരുന്നോ? എന്തേ? ഒന്നുമില്ല. അതെ, അതെന്നാ സാബുവിന്റെ കാര്യം പറഞ്ഞ? ഒന്നുമില്ലെന്നേ, നമ്മുടെ പുതിയ പറമ്പിൽ നിന്ന് വേണമെങ്കിൽ ആദായം എടുത്തോളം ഞാൻ ആ സാബുവിനോടൊന്ന് പറഞ്ഞായിരുന്നു, അത്രേ ഉള്ളൂ. അതെന്നാ പണിയാ കാണിച്ചേ? കാലങ്ങളായിട്ട് എൻ്റെ ആങ്ങളെ ടോമി ചേട്ടായി അല്ലയോ നമ്മുടെ വസ്തുക്കളൊക്കെ നോക്കുന്നേ. ഇതിപ്പോ എവിടുന്നാ ഈ സാബു കയറി വന്നേ? അവനിച്ചിരി ദുർബലനാന്നേ, വീട്ടിൽ ചിലവെങ്കിലും നടക്കട്ടെന്ന്. ഒറ്റയ്ക്ക് നാട്ടിലേക്ക് വിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ കോളാക്കുന്നു. എൻ്റെ സാറേ, നീ ടെൻഷൻ ആവല്ലേ? നീ കിടക്ക്, നമുക്ക് രാവിലെ പറയാല്ല. സാബുവേ ബെസ്റ്റ് പാർട്ടിയാ. എന്റെ മാതാവേ, നിനക്കിപ്പോ എന്നാ വേണ്ടേ? എനിക്കിപ്പോ ഒന്നും വേണ്ട. ഇതൊക്കെ വല്ല കാര്യമാണ്. ആ ഫോൺ ബെല്ലടിക്കണം. ആ അതങ്ങ് വിട്ടേര്. എൽദോ ചായനാണല്ലോ. താഹിറേ, സാറയായിട്ട് പറമ്പിന്റെ കാര്യങ്ങൾ ടോമീനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ.